അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ പായസമൊന്നുമല്ല കേട്ടോ. എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയാലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മട്ടൺ സൂപ്പാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മട്ടൺ സൂപ്പ് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. ഞങ്ങൾ ഫ്രണ്ട്സായിട്ടൊന്ന് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് വാങ്ങി കഴിക്കുന്നുണ്ട്. പക്ഷേ അന്നേരം ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു മട്ടൺ സൂപ്പ്. പക്ഷേ അതിൻ്റെ സ്മെല്ല് ജസ്റ്റ് ഒരു സ്പൂണെന്തോ ഞാൻ കഴിച്ചിട്ടു. നല്ല മണമൊക്കെ ഇട്ട് നന്നായി കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മട്ടൺ വാങ്ങിയപ്പോഴേ ഞാനങ്ങ് മട്ടൺ സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മട്ടൺ വേവിക്കാം കേട്ടോ. അപ്പോൾ അതിൽ കാലിൻ്റെ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ അങ്ങനെ കുറച്ച് ബോൺ വരുന്ന ഭാഗങ്ങൾ എടുത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു 5-8 ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച്. അതിനുശേഷം ഞാനിതിലേക്ക് വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ 2 ഏലക്ക, പിന്നെ നമ്മുടെ ഈ ഗ്രാമ്പു ഒരു 3-4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. നമ്മൾ മട്ടൻ എത്ര എടുത്തിരിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പെരുംജീരകമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു പീസ് പട്ട, പിന്നെ നമ്മുടെ കുരുമുളക് ചതച്ചത്, അതൊക്കെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ നന്നായി അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ നാട്ടിലൊക്കെ കുറേ വെള്ളത്തിൽ മട്ടൻ വേവിച്ച് അതിൻ്റെ ഇങ്ങനെ ഇറങ്ങണമല്ലോ, ആ ഒരു ഇതൊക്കെ വരുന്ന ബോണിലൊക്കെ വരുന്ന ഫ്ലഷും ഇതൊക്കെ. പക്ഷെ നമ്മൾ അത്രയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് കുക്കറിൽ വേവിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നാട്ടിലെ പോലെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് സൂപ്പ് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതേ ഞാൻ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഒരു ചീനച്ചട്ടിയിൽ. പിന്നെ നമ്മളൊരു 10-25 ചെറിയുള്ളീനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. നല്ലോണം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് ഈ എണ്ണയെല്ലാം മൂക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ആയി വരുമ്പോൾ നമ്മുടെ ചെറിയുള്ളി അതുപോലെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ വരുന്നത്. പിന്നെ വെളിച്ചെണ്ണ നെയ്യാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കർക്കിടകമൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ മട്ടൺ സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ബോണിനൊക്കെ നല്ലതല്ലേ, ഈ കാലുവേദനയ്ക്കൊക്കെ ആണെങ്കിലും ഇടുപ്പ് വേദനയ്ക്കും അങ്ങനെയൊക്കെ കുറേ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ജസ്റ്റ് ട്രൈ ചെയ്ത് കേട്ടോ. അപ്പോൾ അത് ആ മട്ടനൊക്കെ വെന്ത് വന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് തിളയ്ക്കാനായിട്ട് വെച്ചു. ആ സമയത്ത് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രഷ് ചെയ്തിട്ട് നമ്മൾ എരിവിനായിട്ട് കുരുമുളകല്ലേ ചേർക്കുന്നത്. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓരോ ഇറച്ചിയുടെ വേവിനനുസരിച്ചിരിക്കും നിങ്ങൾ കുക്കറിൽ 8-10 വിസിലൊക്കെ അടിക്കേണ്ടത്. ഞാനും ഇവിടെ ഒരു 5-8 വിസിലടിച്ചിട്ടാണ് എനിക്ക് ഇത് വെന്ത് വന്നത് കേട്ടോ. അപ്പോൾ അതാ വേറൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റി കൊടുത്തു. നന്നായി വെന്തൊക്കെ വന്നു. ഞാനപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കണ ഈ ഉള്ളിയും ചെറിയുള്ളിയും കറിവേപ്പില ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തത് വേറൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റി കൊടുക്കുവാണേ. അപ്പോൾ ഈ മട്ടൺ സൂപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാമല്ലേ. പിന്നെ കുരുമുളക്, ജീരകം, അതുപോലെ പെരുംജീരകം അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ലൊരു സ്മെല്ല് കിട്ടും. അതുപോലെ ചെറിയുള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നി. ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ മൂപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ മണം, അല്ലെങ്കിൽ നെയ്യ് മൂപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ മണം, അതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിൽ എനിക്ക് മട്ടൺ സൂപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ ചോറിൻ്റെ കൂടെ ഫസ്റ്റ് തന്നെ ചൂടുള്ള മട്ടൺ സൂപ്പൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ചോറ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ബോൺ പീസസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് നല്ലതാണ്. അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷൊക്കെ ഇറങ്ങി വന്നിട്ട് മട്ടണിൽ കുറച്ചും കൂടി നല്ലതാണല്ലോ. അപ്പോഴത്തെ ചൂട് ചോറിൻ്റെ കൂടെ ചൂട് മട്ടൺ സൂപ്പൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോറൊക്കെ വിളമ്പുന്നത് കേട്ടോ. ഫസ്റ്റ് ഞാൻ മട്ടൺ സൂപ്പാണ് കുടിച്ചത് കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ചോറൊക്കെ കഴിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കർക്കിടകമൊക്കെയാണ്. അപ്പോൾ മട്ടണൊക്കെ കഴിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് ബോൺ ഹെൽത്തിനൊക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ എല്ലാവരും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സൂപ്പ് ട്രൈ ചെയ്ത് നോക്കി ഇതുപോലെ ഒന്ന് കുടിക്കണം കേട്ടോ. ബൈ ബൈ. എന്നാൽ അടുത്തത് വീഡിയോയിൽ കാണാം.